ജീവാനന്ദം അന്യൂറ്റി പദ്ധതിക്കെതിരെ വ്യാപക പ്രതിഷേധം. പദ്ധതി നടപ്പിലാക്കിയാൽ പങ്കാളിത്ത പെൻഷൻകാർക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ. ക്ഷാമബദ്ധ കുടിശ്ശിക അടക്കം പിടിച്ചാൽ ശമ്പളം പകുതിയായി കുറയും. പ്രതികൂലമായി ബാധിക്കുന്നത് 1.71 ലക്ഷം വരുന്ന പങ്കാളിത്ത പെൻഷൻകാരെയാണെന്നും വിലയിരുത്തൽ. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, എന്തായാലും ഈ ജീവാനന്ദം പദ്ധതിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. ക്ഷാമബദ്ധ കുടിശ്ശിക അടക്കം പിടിച്ചാൽ ശമ്പളം പകുതിയായിട്ട് കുറയുമെന്നുള്ള ആശങ്ക വരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ? രജനി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വലിയ പ്രതിഷേധങ്ങൾ, വ്യാപകമായ രീതിയിൽ ഈ ജീവാനന്ദം പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി സർക്കാർ ജീവനക്കാരാണ് ഇതിനെതിരെ വന്നിരിക്കുന്നത്. നിലവിൽ 4ഓളം ഇൻഷുറൻസ് പദ്ധതികളാണ് ഈ സർക്കാർ ജീവനക്കാർക്കായിട്ട് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. മെഡിസെപ്പ് അടക്കമുള്ള വിവിധ പദ്ധതികളുണ്ട്. അതുകൂടാതെയാണ് ഇത്തരത്തിൽ ജീവാനന്ദം എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി കൂടി സർക്കാർ ആവിഷ്കരിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിരിക്കുന്നത്. അതായത് നിലവിലെ ശമ്പളാവസ്ഥയിൽ നിന്ന് ഇത്രയും ആനുകൂല്യങ്ങൾ പിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇനി ജീവാനന്ദത്തിന്റെ പേരിലുള്ള നീക്കിയിരിപ്പ് കൂടി, അതായത് ശമ്പളത്തിന്റെ ഭാഗം കൂടി പിടിക്കുന്നതോടുകൂടി വലിയ ബുദ്ധിമുട്ടിലാകുമെന്നും ഈ സർക്കാർ ജീവനക്കാർ പറയുന്നുണ്ട്. വിവിധ സർവീസ് സംഘടനകളടക്കം ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്. അതായത് വിവിധ ഘട്ടങ്ങളായിട്ട് ഈ ശമ്പളം പിടിക്കുകയും അതിനുശേഷം വിരമിക്കലിന് ശേഷം ഇതിൽ പലിശ സഹിതം സർക്കാർ തിരിച്ചു നൽകും എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പിടിക്കുമ്പോൾ നിലവിലിരിക്കുന്ന ആനുകൂല്യങ്ങൾ പിടിക്കുന്നതിനോടൊപ്പം തന്നെ വീണ്ടും ഈ ഒരു പേരിൽ, അതായത് ജീവാനന്ദം എന്ന പേരിലൂടെ ആനുകൂല്യങ്ങൾ സർക്കാർ പിടിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ വ്യാപക പ്രതിഷേധം ഉയരുന്നത്. അതായത് തങ്ങളുടെ അനുവാദമില്ലാതെയാണ് ഇത്തരത്തിലുള്ളൊരു നടപടികളെന്നാണ് ഈ ജീവനക്കാരുടെ അടക്കം സംഘടനകൾ കുറ്റപ്പെടുത്തുന്നത്. അതായത് ഇത്തരത്തിലൊരു ആവശ്യം തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല. നിലവിൽ തന്നെ ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ്. ഇത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വേണ്ടിയിട്ട് മറികടക്കുവാൻ വേണ്ടി തങ്ങളെ കരുവായി ഉപയോഗിക്കുന്നതടക്കമുള്ള ആരോപണങ്ങളും ഈ ഉദ്യോഗസ്ഥർ, അതായത് സർക്കാർ ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഈ ജീവനക്കാരുടെ വിരമിക്കൽ ശേഷം പലിശ സഹിതം നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഗ്യാരണ്ടി നൽകുവാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കഴിയുന്നുമില്ല. ധനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഇതിനകത്തുണ്ടായിരുന്നു. അതായത് ഈ വിഷയത്തിൽ ധനമന്ത്രി ആരെയും നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർക്ക് ചേരാമെന്നാണ് പറയുന്നതെങ്കിൽ പോലും ഇതൊരു നിർബന്ധിതമായ രീതിയിലേക്ക് മാറുവാൻ സാധ്യതയുള്ളതായിട്ടുള്ളൊരു കണക്കുകൂടലും ഈ ജീവനക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നത്. അതായത് ആദ്യം ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കുകയും അതിനുശേഷം പിന്നീട് വിരമിക്കൽ ശേഷം ഘട്ടം ഘട്ടമായി പലിശ സഹിതം ഇത് പെൻഷൻ എന്ന നിലയിൽ നൽകുകയും ചെയ്യുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് ഈ പദ്ധതിയുടെ ജീവാനന്ദം എന്ന പേരിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ ഇത്തരം പദ്ധതി, സർക്കാരിന്റെ ഈ പദ്ധതി ജീവനക്കാർക്ക് വലിയ ആനന്ദം നൽകുന്നില്ല എന്നാണ് വ്യാപകമായി ഇപ്പോൾ പരാതികൾ ഉണ്ടാകുന്നത്. വിവിധ സർവീസ് സംഘടനകൾ രംഗത്ത് വരികയും നമ്മൾ സംസാരിക്കുമ്പോൾ പോലും വളരെയേറെ കുറ്റപ്പെടുത്തലുകൾ സർക്കാരിനെതിരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമാണ് എന്നാണ് സർക്കാരിന്റെ ഒരു നിലപാടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങളടക്കം വരും ദിവസങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും ഇപ്പോൾ ഈ പദ്ധതി പ്രാവർത്തികമാകുമോ എന്നുള്ളൊരു കാര്യം ഉറപ്പില്ല. ഇത് അടിച്ചേൽപ്പിക്കുവാൻ തന്നെയാണ് സർക്കാരിന്റെ ശ്രമം. അപ്പം പല സംഘടനാ പ്രവർത്തകരും അല്ലെങ്കിൽ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്ന അനുസരിച്ചാണെങ്കിൽ നേരത്തെ പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ എവിടെ പോയെന്നറിയില്ല. ഏറ്റവും അവസാനം വന്ന ഈ മെഡിസെപ്പ് പദ്ധതി, ആരോഗ്യ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട മെഡിസെപ്പ് പദ്ധതി, അതിൽ നിന്ന് മാസാമാസം പൈസ ഈടാക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ആശുപത്രിയിൽ ചെന്നാൽ പോലും ഇത് വർക്കാകുന്നില്ല എന്ന് പറയുന്ന സ്ഥിതിയാണ് കാണുന്നതും. അപ്പോൾ എങ്ങോട്ടേക്കാണ് ഈ ജീവനക്കാരിൽ നിന്ന് അടക്കം പിഴിഞ്ഞെടുക്കുന്ന ഈ പൈസ പോകുന്നതെന്നാണ് ചോദ്യം ഉയരുന്നതും. രജനി, തീർച്ചയായും ഈ മെഡിസെപ്പ് പദ്ധതിയിൽ തന്നെ മാസം 500 രൂപയോളം ആണ് ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് പിടുത്തമുണ്ടാകുന്നത്. മാത്രമല്ല SLI വെച്ചിട്ട് 2300, ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ 1900, അതുപോലെ തന്നെ GPAIS 1000. ഇതാണ് നിലവിലെ ഒരു സാധാരണ കണക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഈ പദ്ധതിയുടെ പ്രീമിയം ലെവൽ അനുസരിച്ചും അതുപോലെ തന്നെ തസ്തികകളുടെ ലെവലുകൾ അനുസരിച്ചുമെല്ലാം ഉദ്യോഗസ്ഥരുടെ ശമ്പളം അനുസരിച്ചെല്ലാം ഇതിൽ മാറ്റം വരികയും ചെയ്യും. ഇത്തരത്തിൽ ഈ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കുന്ന ആനുകൂല്യങ്ങളുടെ തുകയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരികയും ചെയ്യും. സാമാന്യ രീതിയിൽ ഇങ്ങനെയാണ് ഈ ഒരു തുകയുടെ കണക്കുകൾ ഇരിക്കുന്നത്. ഇങ്ങനെ നിലനിൽക്കെ ഈ ജീവാനന്ദം പദ്ധതിയിലേക്ക് കൂടി വരുമ്പോൾ ഒരു ഭീമമായ തുക സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും സർക്കാർ പിടിച്ചെടുക്കും എന്നാണ്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കും എന്ന സാഹചര്യം
സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ആശങ്ക വരുന്നത്. അതിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നിരിക്കുന്നത്. നമുക്കറിയാം, മെഡിസിപ്പ് പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ പോലും പല ആശുപത്രികളിൽ പോലും ഇപ്പോൾ അത് നടപ്പിലാക്കാത്ത സാഹചര്യമുണ്ട്.